ये तो सिर्फ ट्रेलर है. കഴിഞ്ഞ 10 വർഷത്തെ ഭരണം വെറും ട്രെയിലറായിരുന്നുവെന്നാണ് പാർലമെന്ററി പാർട്ടി നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞത്. ട്രെയിലർ കഴിഞ്ഞ് അദ്ദേഹം നാടകം തുടങ്ങിയിരിക്കുന്നത് ഭരണഘടനയെ വണങ്ങുന്ന ചിത്രം പത്രമാധ്യമങ്ങളിൽ ഉറപ്പുവരുത്തിക്കൊണ്ടാണ്. അബ് കി പാർ 400 പാർ അഥവാ ഇത്തവണ 400 അടക്കുമെന്ന മുദ്രാവാക്യവുമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് നടത്തിയ നാടകീയ എൻട്രിക്ക് തന്നെയാണ് ജനം മറുപടി നൽകിയതും. CSDS ലോക്നീതി പോസ്റ്റ് പോൾ സർവേയിൽ പറയുന്നത് ഈ എൻട്രി തന്നെ തിരിച്ചടിച്ചു എന്നാണ്. 400 സീറ്റും പിടിച്ച് വിഭജന രാഷ്ട്രീയം പയറ്റുന്ന ഇവർ ഇനിയും വന്നാൽ നമ്മളുടെ കാര്യം കഷ്ടമാവുമെന്ന് വോട്ടർമാർ ശരിക്കും തിരിച്ചറിഞ്ഞു. സംവരണമില്ലാതാവും, ഭരണഘടന പൊളിക്കുമെന്ന അറിവ് ഗ്രാമീണ മേഖലകളിലെ ജനങ്ങളെ അകറ്റി. അധികാരത്തോട് ചായ്വ് കാണിക്കുന്ന നഗരമേഖലകളിലും സവർണ ഹിന്ദു വിഭാഗങ്ങളിലുമാണ് അല്പമെങ്കിലും സ്വാധീനം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഹിന്ദു പിന്നോക്ക വിഭാഗങ്ങളിലെ മുന്നോക്ക ജാതി മേഖലകളിൽ 2% വോട്ട് ചോർന്നു. ദളിത് മേഖലയിൽ 3% വോട്ട് ചോർച്ചയുണ്ടായി. നരേന്ദ്രമോദിയും അമിത്ഷായും ആവർത്തിച്ച 400 സീറ്റിന്റെ അവകാശവാദം തന്നെയാണ് ഈ വോട്ട് ബാങ്കിൽ തിരിച്ചടി സൃഷ്ടിച്ചതെന്നും പോസ്റ്റ് പോൾ സർവേ പറയുന്നു. വിഭജനതന്ത്രം പ്രയോഗിച്ച് ജനാധിപത്യത്തെയും പൗരാവകാശങ്ങളെയും എക്കാലവും വരുതിയിലാക്കി നാടകം തുടരാനാവില്ല എന്ന മുന്നറിയിപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനം നൽകിയത്. കൂട്ടുകക്ഷികളെ ആശ്രയിക്കേണ്ടി വന്നപ്പോൾ അധികാര പ്രമത്തതയുടെ സ്വരം മാറ്റിയിരിക്കുകയാണ്. സംവാദ സമവായം എന്നാണ് ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ 10 വർഷം കൊണ്ട് ജനം തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ എങ്ങനെ മായ്ച്ചു കളയും?